ഇനി ഞാൻ ഇപ്പൊ ദേശാഭിമാനിക്കാരാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത് കയ്യിലേക്ക് ആ കടൽ കൊള്ള എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. പണ്ട് ഉമ്മൻചാണ്ടി വിരിഞ്ഞ ദേശാഭിമാനിന്റെ ഫ്രണ്ട് പേജ്. അതിപ്പോ ഓർമ്മ ഉണ്ടാവില്ല, മറന്നുപോയി. ഇല്ല, മറന്നുപോയി. എന്തും ചെയ്ത് ഇപ്പൊ വിരിഞ്ഞ കമ്മീഷൻ ചെയ്തപ്പോ കടലിന്റെ വിപ്ലവം ഇതൊക്കെ നിങ്ങൾ ചോദിച്ചപ്പോ എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞു. ഇതുപോലെ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റില്ല. പറയാ 50 മിനിറ്റുള്ളിൽ തന്നെ വാങ്ങിക്കും. ബാക്കി ഒരു 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി നിങ്ങളെ പോലെ ഒരു 3-4 പേരെ എത്തിയിട്ടുണ്ട്. ആ നിങ്ങൾ ഇതുപോലെ സൂചിപ്പിക്കുന്ന ചോദ്യം ലെജൻഡാണ്, കാരണഭൂതനാണ് എന്നൊക്കെ ആ ചോദ്യം ചോദിക്കും. അത് കഴിയുമ്പോ സമയമായി 7 മണി എന്നൊക്കെ ഉണ്ടായി. നമസ്കാരം. പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പുകാരനാണ്. കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മാഫിയ തലവനാണ് അദ്ദേഹം. കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ജനങ്ങളെ എങ്ങനെ പറ്റിക്കാമെന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. എങ്ങനെ പാർട്ടി അണികളെ പറ്റിക്കാം എന്ന് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം പത്രക്കാരെ എങ്ങനെ പറ്റിക്കാമെന്നും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഈ കോവിഡ് കാലത്ത് മറ്റു രാഷ്ട്രീയ നേതാക്കന്മാർക്കൊന്നും മുൻപന്തിയിലേക്ക് വരാനോ പത്രക്കാരെ കാണാനോ പറ്റാത്ത സന്ദർഭത്തിൽ ഗവൺമെൻറ് മെഷീനറി ഉപയോഗിച്ച് സൂമിലൂടെ അദ്ദേഹം പത്രസമ്മേളനം നടത്തും. ആ സന്ദർഭത്തിൽ അദ്ദേഹം പർട്ടിക്കുലറായ ചില പത്രക്കാർക്ക് ചില ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. ദേശാഭിമാനിയിൽ കൈരളിയിലേക്ക് ഉള്ള പത്രക്കാർക്ക് അല്ലെങ്കിൽ 24-ലുള്ള ചില ആളുകളായിരിക്കും. അദ്ദേഹം ഒരു 50 മിനിറ്റ് കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നാടിൻ്റെ വികസനം, അതിലെ പട്ടികളെ നോക്കേണ്ടത്, പക്ഷികളെ നോക്കേണ്ടത് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും പറയും. അവസാനം 10 മിനിറ്റ് ചോദ്യം ചോദിക്കാനുള്ള അവസരം കൊടുക്കും. അത് ആർക്കാണ് കൊടുക്കുന്നത്? കൃത്യമായി പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിൻ്റെ ദേശാഭിമാനിയിൽ കൈരളി ലേഖകന്മാർക്കായിരിക്കും. അവർ ആ മറുപടി പറഞ്ഞ അടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് എന്തായിത്തീരും? അദ്ദേഹം പറയും, ആ ടൈം കഴിഞ്ഞു, ഇപ്പോൾ കട്ട് ചെയ്യാൻ പോവാണ്, എൻ്റെ ടൈം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹം എഴുന്നേറ്റ് പോകും. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ആദ്യം ജനങ്ങൾ അദ്ദേഹത്തോട് വലിയ മമതയോടെ ബഹുമാനത്തോടെ കണ്ടു. ആ സന്ദർഭത്തിൽ കിറ്റും പെൻഷനും കൊടുത്ത് പട്ടിണി കടന്നിരുന്ന ജനങ്ങൾക്ക് ആശ്വാസമായപ്പോൾ അതിലൂടെ കാരണഭൂതനായി മാറിയ മഹാനായി മാറിയ ഒരാളായിരുന്നു പിണറായി വിജയൻ. കാരണം തട്ടിപ്പായിരുന്നു. ജനങ്ങളെ പറ്റിക്കാൻ എങ്ങനെ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഒരു ഭരണാധികാരിക്ക് ജനങ്ങളെ എങ്ങനെ പറ്റിക്കാം, കിറ്റും പെൻഷനും കൊടുത്ത് വോട്ട് നേടാമെന്ന് കൃത്യമായി സൈക്കോളജിക്കൽ പഠിച്ച ജനങ്ങളെ കോവർ കഴുതകളാക്കിയ ഈ ഭരണാധികാരിയാണ് പിണറായി വിജയൻ. അങ്ങനെയാണ് 2021 ഇലക്ഷനിൽ കൂളായിട്ട് അദ്ദേഹം വിജയിച്ചു വന്നത്. 99 സീറ്റോടുകൂടി അദ്ദേഹം വിജയിച്ചു. അങ്ങനെ വിജയിക്കുന്നതിന് പിന്നിലെ രഹസ്യം എന്ന് പറഞ്ഞത് അതായത് ആ കാലഘട്ടത്തിൽ വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല, വരുമാനമില്ല. ആ സന്ദർഭത്തിൽ റേഷൻ കിട്ടുന്നു ഫ്രീ ആയിട്ട്, അത് കിറ്റും പെൻഷനും കിട്ടുന്നു. 2 മാസത്തെ പെൻഷൻ ആ ടൈം ആകുമ്പോൾ ഇലക്ഷന് മുമ്പ് കൊടുക്കുന്നു. അത് തടയാൻ പോലും കോടതി തയ്യാറായില്ല. അങ്ങനെ ജനങ്ങൾ സാധാരണക്കാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. ഏതോ ദൈവദൂതനാണെന്നുള്ളത് പോലെ, ചിലപ്പോൾ ദൈവമായിട്ട് പിണുങ്ങാണ്ടി ദൈവം. ആ പിണുങ്ങാണ്ടി ദൈവത്തിൻ്റെ ആ തട്ടിപ്പ് പത്രസമ്മേളനം നടത്തുമ്പോൾ ജനങ്ങളോട് കള്ളം പറയുമ്പോൾ, അത് നിയമസഭയിൽ കള്ളം പറയുമ്പോൾ നമ്മൾ അറിയാം കൃത്യമായിട്ട് ഇത് തട്ടിപ്പാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം എത്ര തന്മയത്തോടു കൂടിയിട്ടാണ് കള്ളം പറയുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവന്നത്, കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നപ്പോൾ കടൽ കൊള്ളയാണെന്ന് പറഞ്ഞുകൊണ്ട് ദേശാഭിമാനി കൊടുത്ത വലിയ ഫ്രണ്ട് പേജ് വാർത്ത നമ്മൾ കണ്ടതാണ്. ഇതിനെക്കുറിച്ച് ഇന്നലെ VD സതീശൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹത്തെ തുരുതുരാ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ച ദേശാഭിമാനിക്കാരന് അല്ലെ കൈരളി ചാനൽക്കാരന് കൃത്യമായി മറുപടി പറഞ്ഞ ശേഷം നിങ്ങൾക്ക് ഇതേപോലെ പിണറായി വിജയനോട് പിണുങ്ങാണ്ടിയോട് ചോദ്യം ചോദിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ നടത്തുന്ന കലാപരിപാടി ഉണ്ടല്ലോ, പത്രസമ്മേളന തട്ടിപ്പ്, പത്രക്കാരെ വായടച്ച് പൂട്ടി തൻ്റെ ഇഷ്ടക്കാരെ കൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിപ്പിച്ച് ഇതാ ടൈം കഴിഞ്ഞു പോണ കാര്യം, അത് കൃത്യമായി മിമിക്രിയിലൂടെ അദ്ദേഹം കൃത്യമായി അനുകരിച്ചു കാണിച്ചു. ആ എഴുന്നേറ്റ് നിൽക്കുന്ന പോലും, അതായത് 1 മണിക്കൂർ കഴിഞ്ഞാൽ മൈക്ക് ഓഫാക്കി
അതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്ന പിണറായി വിജയനെ പോലും അനുകരിച്ചുകൊണ്ട് ഇന്നലെ വി ഡി സതീശൻ നടത്തിയ പ്രകടനം, അവിടെ ഉണ്ടായിരുന്ന പത്രക്കാർ, ദേശാഭിമാനിയിലെയും കൈരളിയിലെയും പത്രക്കാരെ പോലും പൊട്ടിച്ചെരിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. കാരണം ഇതാണ് പിണറായി വിജയൻ എന്ന് കാണിച്ചത് വളരെ രസകരമായിട്ടാണ്. എന്തായാലും വി ഡി സതീശൻ കൃത്യമായി തന്നെ പിണറായി വിജയനെ പച്ചയ്ക്ക് കത്തിച്ചിരിക്കുകയാണ് പത്രസമ്മേളനത്തിൽ. നമ്മൾക്ക് അത് തന്നെയാണ് ഫ്രണ്ടിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒന്നുകൂടി നമുക്ക് കാണാം. കാരണം അത് കണ്ടാൽ നമുക്ക് കൊതി തീരില്ല. അതുപോലെ ഭംഗിയായിട്ട് വി ഡി സതീശൻ അവതരിപ്പിച്ചിട്ടുണ്ട്. വി ഡി സതീശൻ ഒരു നല്ല രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, നല്ലൊരു അഡ്വക്കേറ്റ് മാത്രമല്ല, നല്ലൊരു പ്രാസംഗികൻ മാത്രമല്ല, നല്ലൊരു എഴുത്തുകാരൻ മാത്രമല്ല, നല്ലൊരു അഭിനേതാവ് കൂടിയാണെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ആ മിന്നുന്ന പ്രകടനം. പിണറായി വിജയൻ എന്താണോ, പിണറായി വിജയൻ നടത്തിയ പെണുങ്ങാണ്ടി സ്വയം ദൈവമായി സൃഷ്ടിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്താണോ അത് അതേപടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികളെ അണികളെ പറ്റിക്കുന്ന രീതി, ജനങ്ങളെ പറ്റിക്കുന്ന രീതി, പത്രക്കാരെ പറ്റിക്കുന്ന രീതി പച്ചയായി അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊന്നുകൂടി കാണാം. ഇനി ഞാനിവിടെ ദേശാഭിമാനിക്കാരാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചത് കയ്യിലേക്ക് ആ കടൽ കൊള്ള എന്ന് പറഞ്ഞൊരു വാർത്ത വന്നിരുന്നു. പണ്ട് ഉമ്മൻചാണ്ടി വിരിഞ്ഞ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജ്, അതിപ്പോ ഓർമ്മ ഉണ്ടാവില്ല, മറന്നുപോയി. ഇല്ല, മറന്നുപോയി. എന്നിട്ട് ഇപ്പൊ വിരിഞ്ഞ കമ്മീഷൻ ചെയ്തപ്പോ കടലിന്റെ വിഭവം ഇതൊക്കെ നിങ്ങൾ ചോദിച്ചപ്പോഴുള്ള എല്ലാ ചോദ്യത്തിനും ഞാൻ മറുപടി പറഞ്ഞു. ഇതുപോലെ നിങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റില്ല. പറയാ 50 മിനിറ്റുള്ളിൽ തന്നെ വായിക്കും. ബാക്കി ഒരു 10 മിനിറ്റ് ഉണ്ട്. ആ 10 മിനിറ്റിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി നിങ്ങളെ പോലെ ഒരു 3-4 പേരെ ഇരുത്തിയിട്ടുണ്ട്. ആ നിങ്ങൾ ഇതുപോലെ സൂചിപ്പിക്കുന്ന ചോദ്യം ലെജൻഡാണ്, കാരണഭൂതനാണ് എന്നൊക്കെ ആ ചോദ്യം ചോദിക്കും. അത് കഴിയുമ്പോ സമയമായി 7 മണി എന്നൊക്കെ. നമസ്കാരം.